ഡെറാഡൂണിലെ സഹസ്രധാരയിൽ മേഘവിസ്ഫോടനം. ഇന്നലെ രാത്രി 11:30 മേഘവിസ്ഫോടനം ഉണ്ടായി. തംസ നദി കരകവിഞ്ഞൊഴുകി. നിരവധി വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു. കെട്ടിടങ്ങളിലും കടകളിലും ചെളിയും മണ്ണും അടിഞ്ഞു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ മണ്ഡി ജില്ലയിൽ കനത്ത മഴ. ധരംപൂർ ടൗണിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ തുടരുന്നു. അർജുൻ, രണ്ടിടങ്ങളിലെയും മഴക്കെടുതിയുടെ സ്ഥിതി എങ്ങനെയാണ് നിലവിൽ? വിശദ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, ഡെഹ്റാഡൂണിലും അതുപോലെ ഹിമാചൽ പ്രദേശിലും ഷിംലയിലും മണ്ഡിയിലും എല്ലാം തന്നെ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി 11:30 ശേഷം ഡെഹ്റാഡൂണിൽ തന്നെ ഒന്നിലധികം ഇടങ്ങളിൽ മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് സഹസ്രാദ്രിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഡെഹ്റാഡൂണിൻ്റെ തന്നെ, അതായത് നഗരത്തിലെ തന്നെ പ്രാന്തപ്രദേശമാണ്. മാത്രമല്ല ഇപ്പോൾ NDRFും SDRFും മേഖലയിൽ രക്ഷാപ്രവർത്തനം അതുപോലെ തിരച്ചിലെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഇടമാണ്. നഗരത്തിൻ്റെ അടുത്തുള്ള പ്രാന്തപ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാട് വീടുകളുണ്ട്, കടകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. ഇവിടേക്കെല്ലാം ഈ പ്രളയജലവും ഈ ചളിയും മണ്ണും എല്ലാം ഒലിച്ചെത്തിയിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് ആളുകളെ അവിടെ നിന്നും സുരക്ഷിതമായിട്ട് ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2 പേരെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം, അതായത് ഡെറാഡൂണിൽ നിന്നടക്കം അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഈ 2 പേരെ സംബന്ധിച്ച് ഇതുവരെയും തിരച്ചിലിൽ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അന്വേഷണം, രക്ഷാപ്രവർത്തനം അതെല്ലാം തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം കൂടുതൽ ആളുകളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, മഴ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകളെല്ലാം സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2 നദികൾ, ഒന്ന് ഡെറാഡൂണിൽ തന്നെയാണ്, അവിടെ ഈ സഹസ്രധാരയിൽ തന്നെയുള്ള തംസ നദി, അതുപോലെ തന്നെ രണ്ടാമത്തേത് ഋഷികേശിലാണ്, അവിടെ ചന്ദ്രഭംഗ നദി. ഇത് രണ്ടും ഇപ്പോൾ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തംസ നദിയിലെ വെള്ളമാണ് ക്ഷേത്രത്തിലേക്ക്, അതായത് താപകേശ്വര ക്ഷേത്രത്തിലേക്കെല്ലാം തന്നെ ഇരച്ചെത്തിയതും അവിടെയുള്ള നാളായി ഉത്തരേന്ത്യയിൽ ഇത്തരത്തിൽ മഴക്കെടുതികൾ രൂക്ഷമാണ്. ഇപ്പോഴത്തെ വീണ്ടും നദികൾ കരകവിഞ്ഞൊഴുകുകയും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് നാശനഷ്ടവും ദുരിതം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അർജുൻ പീതാംബരനാണ് വിശദവിവരങ്ങൾ നൽകിയത്.